സുഹൃത്തുക്കളെ, ഓൾവേസ് മുത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നുള്ളത് ഇപ്പോൾ ചാണയിലാണ്, പൊന്നാനി ചാണയിലാണ്. ഇവിടെ സംഭവം ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. അവിൽ മിൽക്കിൻ്റെ ഒരു ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു ഗസ്റ്റായിട്ട് 2 പേര് വരാണ്ട്. അപ്പോൾ അത് നിങ്ങളിത് എത്തിക്കാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഗസ്റ്റ് ഇപ്പോൾ എന്തായാലും ഒരു 5 മണി എന്തായാലും ആവും. പക്ഷേ അത് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ കയറുന്നത് നിങ്ങൾക്ക് എടുക്കട്ടെ. കാത്ത് നിൽക്കുന്ന കുട്ടിയാണ്, നമ്മളെ വരുന്ന ഗസ്റ്റിനെ കാത്ത് നിൽക്കുകയാണ് കുട്ടികൾ. സുഹൃത്തുക്കളെ, അവിൽ മിൽക്കിൻ്റെ ആദ്യ വിൽപ്പന നടത്താൻ പോകുന്ന ഉസ്താദാണ്. ഉസ്താദ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മളെ കൊമ്പങ്കോട് കോയ രണ്ട് പേരും ഇവിടെ എത്തുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്താം. ഓക്കെ, കോയൊക്കെ ടീം അല്പനേരത്തിനകം ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഒരു 5 മണിയാണ് പറഞ്ഞത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതെന്ന് വിചാരിക്കുന്നത്. എത്തിക്കട്ടാ അങ്ങോട്ട് പോകും.
ഒരു പരിപാടി തുടങ്ങിയിട്ട്. അസ്സലാമലൈക്കും. സുഖല്ലേ? സുഖ കഴിഞ്ഞോ? ഇതിന് വെറുതെ നല്ലത് ഇതോ മാറ്റന്മാര് മുടിയെട്ടിയതാണ്. സുഖല്ലേ? നല്ലത് അറിയണ്ടോ? ആ അപ്പോ കൊമ്പങ്ങാട് തറവാട്ടുന്ന് ഇപ്പച്ചിക്കും എനിക്കും ഇവിടെ വരാൻ സാധിച്ചതിലും എല്ലാവരെയും ഒരുമിച്ച് കാണാൻ സാധിച്ചതിലും ഒരുപാട് 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 സന്തോഷമുണ്ട്. മുടി കെട്ടിയില്ല. വേദിയിൽ നിൽക്കുന്ന വേദിയക്ഷൻ, അറ്റത്ത് നിൽക്കുന്ന അറ്റൻഷൻ, മധ്യത്ത് നിൽക്കുന്ന മധ്യക്ഷൻ. അല്ല ഉണ്ടാതെ ഉറങ്ങി പുസ്തകാണല്ലോ. എന്താ തുടങ്ങിയല്ലേ? എത്ര തുടങ്ങട്ടെ? കോമഡി കോമഡി അത് തുടങ്ങാം. ആ തുടങ്ങി. ഒരു നല്ലൊരു ഗൈഡ് എന്നാണ് എനർജി എത്ര ഉണ്ടാവും നമുക്ക് കൊടുക്കാം. എന്തായാലും ബനാബിൽ അവർ മിൽക്കിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ച് നമ്മളെ മുത്തുമണികളെ എല്ലാവരും കാണാൻ സാധിച്ചത് അതിൻ്റെയാണ് സന്തോഷം. പൊന്നാനിയുള്ള ചങ്കുകളെ അപ്പോൾ പറയുള്ളത് നന്ദി നന്ദി നന്ദി. കാരണം നമ്മൾ ചെയ്യണ ഓരോ വർക്കും നല്ല നല്ല കമന്റും നല്ല നല്ല ലൈക്കും നല്ല അഭിപ്രായങ്ങളും അറിയിച്ചുകൊണ്ടാണ് നമ്മൾ നല്ല റിസ്ക് എടുത്തിട്ട് ഓരോരോ വീഡിയോസൊക്കെ ചെയ്യുന്നത്. നമ്മൾ നീർക്കോയിലെ തച്ചക്കാട് ഡ്രമ്മിലുള്ള കണ്ടില്ലേ? കണ്ടക്കണോ? ആ കണ്ണൂർത്തില്ല വേദി ചാടിയതാ, ക്യാമറ ട്രിക്കൊന്നുമല്ല. അപ്പൊ അങ്ങനത്തെ ഓരോ റിസ്ക് ഉള്ള വീഡിയോ ചെയ്യുന്നത് നിങ്ങളെ സപ്പോർട്ടോടാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് എന്തായാലും അടിപൊളിച്ചല്ലേ? എന്താ കോമഡിയോ? ആ അതൊക്കെ നമുക്ക് ചെയ്യാം. കോമഡി എന്താ? ഇവരൊക്കെ ചെല്ലും. നിങ്ങൾ ചെല്ലൂലേ? ഓന് ചെല്ലു. ഞാൻ മൈക്ക് പിടിച്ചു കൊടുത്തോളാം. ധൈര്യം തുടങ്ങിക്കോ. കൊമ്പങ്ങാട് കോയ അവളിപ്പച്ചിന്റെ ചൈന കൊമ്പത്തിരുന്ന് പാടുന്ന കൊമ്പത്തിരുന്ന് പാടുന്ന അസറായിട്ട് പാടുന്നു. ഇതിൽ ഏറ്റവും എനർജിയിൽ പാടുന്ന ആളാണ്. അല്ലല്ല ആ കുട്ടാപ്പി ഓ നിങ്ങൾക്ക് ആടുന്നു. കൊമ്പങ്ങാട് കോയ ഒപ്പം പാടിയാൽ മതി. വല്ലാത്ത ഒരു കഥ. തുടങ്ങിയ ഓ പാടും. സാറാണോ ഈ പാട്ടാന്നല്ലേ? തന്നെ പാടിയല്ല ഓ സാറായിട്ട് പാടണ്ടേ? അങ്ങനത്തെ സാധനം ഉണ്ടായി ഇവിടെ നമ്മളപ്പോ എന്തേ? ആ മുടി വെട്ടാനില്ല, മുടി ചില വെട്ടിയാണ്. അപ്പൊ എന്താ വേണ്ടത് പിന്നെ? വേറെ നെക്സ്റ്റ് മിമിക്രി. ഇപ്പൊ മിമിക്രിയോ? മിമിക്രി ചെലുത്തോ? പാട്ട് ഞാൻ പാട്ടെ. അപ്പൊ ഒക്കെ കൂടെ ശരിയായിക്കോളും. പോരെ? ഏതെങ്കിലും കൊമ്പങ്ങാട് കോയ സൈനന്റെ വാപ്പ ആ പാടിയ പാട്. വാപ്പായങ്ങള് സത്യം പറഞ്ഞോ? ഞാൻ അറിയാതെ നിങ്ങളെങ്ങനെയായിട്ട് വാപ്പായി. മാപ്പളാന്ന് വാപ്പാന്നാ പറഞ്ഞേ? മാപ്പാന്ന് ആ വെറിയിട്ട് വർത്താന ജബൾ എളുപ്പം പാട്ടടി പോവാ. അസ്സലാമലൈക്കും. കുത്തേ ഞാൻ പറഞ്ഞോളാം. അസ്സലാമലൈക്കും. അല്ല ഉറങ്ങിക്കണോ? ഇല്ല ഞാൻ ഉണർത്തിക്കോളാം. കൊമ്പങ്ങാട് പോയ അസ്സലാമലൈക്കും. വെക്കാതെ ഞാൻ ഇവിടെ വർത്താനം ഇതിനെ വെറുത്തല്ല നല്ലതല്ലേ ഉണ്ടേ. അപ്പൊ എല്ലാ പാട്ടുണ്ടോ? ഞങ്ങളിപ്പോ പാടുമോ? മാപ്പിളപ്പാട്ടുണ്ട്, സിനിമ പാട്ട്. അതൊന്നുമില്ല. ആ 2-3 പാട്ടേ ഉള്ളൂ. അപ്പൊ ഓണായിക്കോണേ. Party
അങ്ങനത്തെ ഒരു എണ്ണക്കം തന്നെ ആയിക്കോട്ടെ. 1 മുതൽ വേണ്ട, ആ എണ്ണലല്ല, 1 മുതൽ 100 വരെ എണ്ണുമ്പോൾ 11 ആര് 11 പറഞ്ഞു? ആ ആള് കയറി എന്നാ എത്ര പറഞ്ഞേ? ആ 11 പറയുവാ. ആ 11 ആൾക്കാർ കയറിയല്ലേ? അല്ലല്ല, ഒരാള് ഈ 11 പറഞ്ഞു. ഗസലുണ്ട് പറഞ്ഞു കുറച്ച് ബാക്കൊക്കെ ചവിട്ടാതായിരുന്നു. ഇനി അടുത്ത കറണ്ടോട്ട് പോകും. പറഞ്ഞു കേറുവാ. എന്റെ സമ്മാനം വേണ്ടി വേണ്ട. വേറെ 11 പറഞ്ഞ പോലെ ഒരാള് നിൽക്കെ ഉത്തരം തെറ്റാണ് 11 എന്നുള്ളത്. പക്ഷെ നിങ്ങളത് പറഞ്ഞാ 11 12 പറഞ്ഞവരുണ്ട്. 9 ആ 9 എന്ന് പറഞ്ഞു കൊടുത്ത എന്റെ പേരെന്താ? അടച്ച തമ്പുരാൻ പേടിപ്പിച്ചാലേ മലയാളിയല്ലേ? അപ്പൊ ഞാൻ ആദ്യം തന്റെ പേര് തന്നെ എത്രയിലാ പഠിച്ചത്? 6-ല്. ഉത്തരം പറ. 100 മുതൽ 100 വരെ എണ്ണുമ്പോ എത്ര 9. എത്ര 9 ഉണ്ട്? 10 എന്ന് പറഞ്ഞാ മതി. അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. കൊടുത്ത നീ കൂടി സലാം പറയുമ്പോ അടക്കള 18 നേടി പറഞ്ഞു കൊടുത്ത മൈ കുടിക്കും. 1 പിന്നെ 19 2 പിന്നെ 29 3 39 4 49 5 59 6 69 7 79 8 89 9 99 10 അല്ല 99 അല്ല 91 92 93 ആ എത്ര ഉണ്ട് ടോട്ടല്? എത്ര 9 ഉണ്ട്? ഓൻ പറഞ്ഞത് 18 9 അത് സംഭവം 18 എണ്ണല്ല. കറക്റ്റ് ആൻസർ പറഞ്ഞ ഒരാൾ കൂടെ ഉണ്ട്. ഇവൻ പറഞ്ഞ സംഗതി അങ്ങനെ തന്നെയാണ്. കറക്റ്റ് ആൻസർ പറഞ്ഞത് ഇവിടെ കുട്ടിയുണ്ട്. കയ്യടി നല്ല കയ്യടി കൊടുക്കും. അതിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ അതിന് ഓരോ ആൻസർ അറിയാം, പക്ഷെ എത്ര എണ്ണ എന്നുള്ളത് അറിയില്ല. അതെ, ഇവിടെ ആരാ ഉത്തരം പറഞ്ഞ? ആരെ പറഞ്ഞ കറക്റ്റാണ്? എടാ പറഞ്ഞ ഉത്തരം കറക്റ്റാണ്. തെറ്റാണ്. എത്ര പറഞ്ഞേ? ഹലോ 29 ആൻസർ ഇവിടെ പറഞ്ഞിരിക്കണേ. ആ ആള് കേറി വന്നാ മതി. എത്ര അറിയോ? എത്ര വരുന്നുണ്ട് കറക്റ്റാണ്. ഇതാ
ഇനിയിപ്പോൾ അങ്ങനെ തിരിച്ചു വന്ന് നമ്മുടെ ഫോട്ടോ എടുക്കലാണ്, സെൽഫി എടുക്കലാണ്, എല്ലാം ഭയങ്കര ധൃതിയായി നടക്കുന്നുണ്ട്. ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഫോട്ടോ എടുക്കൽ, അപ്പോൾ സെൽഫി എടുക്കുകയാണ് എല്ലാവരും. Let's get it on and rave all night long. We're the party pioneers. We will bring the fire when we go for a ride. Party pioneers. Things are going well 'cause we are the party pioneers. Party pioneers. കട ഉദ്ഘാടനം കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയണ്ട. ബർക്കത്തുണ്ടാവട്ടെ എന്ന് പറയും. ആ മതി മതി മതി.